നാഗ്പൂർ സംഘർഷത്തിൽ അക്രമകാരികൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. നാശനഷ്ടങ്ങളുടെ തുക അറസ്റ്റിലായവരിൽ നിന്നും ഈടാക്കും. അക്രമികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. വേണ്ടിവന്നാൽ ബുൾഡോസർ നടപടി സ്വീകരിക്കുമെന്നും ഫഡ്നാവിസ് അറിയിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ നിലപാട്? വളരെ കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്. കടുത്ത നടപടികളുണ്ടാകും, ഇത്തരത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നീക്കങ്ങളുണ്ടാകും, സ്വത്ത് കണ്ടുകിട്ടുമെന്നൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്താണ് തുടർ നടപടികളായി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വ്യക്തമാക്കിയിട്ടുള്ളത് നാഗ്പൂരിൽ കലാപത്തിന് ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളത് ഈ കലാപം ഉണ്ടായ സമയത്ത് തന്നെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീട് ഇപ്പോഴും 75-ലധികം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കലാപത്തിന് ആസൂത്രണം ചെയ്ത നാഗ്പൂരിൽ ഒരു വലിയ കലാപത്തിന് ആസൂത്രണം ചെയ്ത ഈ കേസിലെ മുഖ്യപ്രതിയെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒപ്പം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പോലീസ് കോടതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് നാഗ്പൂർ ഉണ്ടായത് പെട്ടെന്നുണ്ടായൊരു സംഘർഷമല്ല, വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള സംഘർഷമാണ് നാഗ്പൂരിൽ ഉണ്ടായത്. ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഫഹീം ഷഹീം ഖാൻ എന്ന വ്യക്തിയാണ് എന്നുള്ളതും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് വ്യക്തമാക്കിയിട്ടുള്ളത് നാഗ്പൂരിൽ ഈ സംഘർഷത്തിന് കാരണക്കാരായ മുഴുവൻ അക്രമകാരികൾക്കെതിരെയും കടുത്ത നടപടി തുടരും. സംഘർഷത്തിന്റെ നാശനഷ്ട കണക്കുകൾ വ്യക്തമാക്കി വരികയാണ്. ഈ നാശനഷ്ടത്തിന്റെ മുഴുവൻ തുകയും അക്രമകാരികളിൽ നിന്ന് ഈടാക്കും. അക്രമകാരികൾ ആ പണം നൽകിയില്ലെങ്കിൽ അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടും. ആവശ്യമെങ്കിൽ ഈ കണ്ടുകെട്ടൽ നടപടികൾക്ക് ബുൾഡോസർ നടപടി സ്വീകരിക്കും എന്നുള്ളതുമാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് വ്യക്തമാക്കിയത്. ഐസൻ. ശരി ജിഷ്ണു.